പുള്ളിപ്പുലി വരുന്നുണ്ട് കേട്ടോ, പുള്ളിപ്പുലി. പക്ഷെ എൻ്റെ പൊന്നോ, പാവച്ചിക്കുട്ടിയാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം സൂവിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോയും പിടിച്ചിട്ടാണ് പോക്ക്. നേരെ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 30 രൂപയാണ്. ഉച്ചയ്ക്ക് ഒരു 12:45 കൂടിയിട്ടാണ് ഞാനിവിടേക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ടൗൺ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഓട്ടോയ്ക്കൊക്കെ നല്ല കത്തി ചാർജ് ആയിരുന്നു കേട്ടോ. ഏകദേശം 2.7 കിലോമീറ്റർ സഞ്ചരിക്കാനൊക്കെ നമുക്ക് 100 രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യൂബർ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, യൂബർ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സൂവിലേക്ക് കടന്നപ്പോൾ തന്നെ ആദ്യം കാണുന്നത് കാട്ടുപോത്തുകളെയാണ്. അതിനുശേഷം തൊട്ടപ്പുറത്തായിട്ട് തന്നെ സിംഹവാലൻ കുരങ്ങുകളും ഉണ്ട്. വാൽപ്പാറയ്ക്കൊക്കെ പോകുന്നവർക്ക് അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാവുന്ന ഒരു സാധനമാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൂ അല്ലേ, അത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. നട്ടുച്ചയായിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകളായിരുന്നു കൂടുതലും അവിടെ ഈ ഒരു സൂ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കഴിഞ്ഞ മലക്കപ്പാറ യാത്രയിൽ കാട്ടുപോത്തിനെ നമ്മൾ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൂവിൽ നിൽക്കുന്ന കാണുമ്പോഴൊന്നും അത്ര വലിയ ഗുമ്മും തോന്നില്ല കേട്ടോ. ഏകദേശം 30 ഏക്കറോളം ഉണ്ട് ഈ ഒരു സൂ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തിങ്കളാഴ്ച സൂ അവധിയാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും സൂ ഉണ്ടായിരിക്കും. രാവിലെ 9 മണി തൊട്ടിട്ട് 5:15 വരെയാണ് ടൈമിംഗ് വരുന്നത്. അതുപോലെ തന്നെ സൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്ലാസ്റ്റിക് ബാഗുകളോ അതുപോലെ ഭക്ഷണങ്ങളോ മറ്റൊന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അവിടെ ക്ലോക്ക് റൂം ഉണ്ട്. ക്ലോക്ക് റൂമിൽ ഒരു 10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗൊക്കെ അവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. കുറച്ച് പക്ഷികളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ കൂമന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൂമന്റെ കഴുത്ത് നോക്കണം കേട്ടോ, അത് 360 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അടിപൊളിയാണ്. പുള്ളിക്കാരൻ ആരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് തിരിഞ്ഞു നോക്കിയേ, തല കണ്ട തിരിഞ്ഞിങ്ങനെ പോകും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആമസോൺ തത്തേനെയാണ്. ഒരു വലിയ കാട്ട തത്ത. ഫുള്ള് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തേക്കാണ്. പുള്ളിക്കാരൻ നല്ല കഴിക്കലാണ്. പിന്നെ കുറേ തത്തകളൊക്കെ ഉണ്ട്. അത് അടിപൊളി വൈബായിരുന്നു. ഒരേ ഒരു നിരാശ മാത്രമേ ഉള്ളൂ, ഇതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോസോ വീഡിയോസോ എടുക്കാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഈ ഒരു നെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഭംഗിയും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഈ ഒരു സൂവിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന ആരും വിചാരിക്കേണ്ട. 2 സൈഡിലും ബോർഡുകളും അവിടെയുള്ള മാപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ പോകേണ്ട ആദ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഒരു രൂപരേഖ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ചില മൃഗങ്ങളെയും മറ്റുമൊക്കെ മിസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളിമൂങ്ങയുടെ അടുത്താണ്. പുള്ളിക്കാരനെ കൂട്ടിൽ നോക്കിയിട്ട് കാണാനില്ല. നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ ആളവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ഒരു നെറ്റും വലിയ വലിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് പറ്റില്ല. അവനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അന്റാർട്ടിക്ക ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും വെള്ളിമൂങ്ങ ഉണ്ടത്രേ. നമ്മൾ ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നത് ഹിമാലയൻ കഴുകനെയാണ്. പുള്ളിക്കാരൻ എന്തോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും താഴേക്ക് വരും, പിന്നെ ചാടി വീണ്ടും അതിന്റെ മുകളിലോട്ട് തന്നെ കയറും. 2 പേരുണ്ടായിരുന്നിട്ടാ. 2നെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതിനുശേഷം ഒരുപാട് പക്ഷികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല കിടിലനായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് സ്പീഷീസിലുള്ള പക്ഷികളെല്ലാം ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ കാണുന്നത്. അത്രയും അടിപൊളിയായിരുന്നു. വലിയ ഭീമാകാരം പക്ഷികൾ വരെ ഉണ്ട്. അതിൻ്റെ ഒന്നും പേര് പോലെ എനിക്കറിയില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അമ്മാതിരി കൊക്കുകളൊക്കെ ഉള്ള ഒരു പക്ഷിനെ നോക്കിക്കേ. ഇതുങ്ങളൊക്കെ പറന്നു പോലെയെന്ന് ആരും വിചാരിക്കേണ്ട. മുകളിലായിട്ട് നെറ്റൊക്കെ ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ മരത്തിലൊക്കെ പക്ഷികളുണ്ട് കേട്ടാ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വണ്ടിയിൽ കയറാനായിട്ട് പറ്റും. അതിന് പ്രത്യേക നിരക്കും കൂടി ഉണ്ട്. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ദാഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ക്ഷീണം വരികയും ചെയ്യും. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഓരോരോ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് കുടിവെള്ളം കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾ നീർനായയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരനെ അവിടെ കാണാനായിട്ട് പറ്റിയില്ല. ഒരുപാട് ദൂരം നടന്നപ്പോ ഈ ഒരു വണ്ടിയുടെ ടിക്കറ്റും കൂടി എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. നട്ടുച്ചയാണ്, പക്ഷെ പല സ്ഥലങ്ങളിലും നല്ല നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ കാടിനൊന്നും അറിയുന്നേ ഇല്ല. ഇപ്പൊ നമ്മൾ കാണാനായിട്ട് പോകുന്നത് നക്ഷത്ര ആമകളെയാണ് ട്ടാ. ആദ്യമായിട്ടാണ് ഞാൻ നക്ഷത്രാമേനെ കാണുന്നത്. ഞങ്ങൾ ആദ്യം കരടീനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ, പക്ഷെ അപ്പൊ കരടി അവിടെ ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ ആ ഒരു സെക്ഷനിൽ ഇരുന്നിട്ടാ. കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ദേ കരടി നിൽക്കുന്നത്. ആ ഒരു സെക്യൂരിറ്റി ചേട്ടനായിട്ട് നല്ല കമ്പനിയാണെന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. താഴോട്ടേക്ക് വരുമ്പോൾ കയറി പോടാ മുകളിലോട്ടെന്ന് പറയുമ്പോൾ അത് അപ്പോൾ തന്നെ കയറി പോകുന്നുണ്ട്.
ഞാൻ വിചാരിച്ച് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. കൂട്ടത്തിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേറൊരെണ്ണം കൂടി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കറിയാലോ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ചൂടിന്റെ അവസ്ഥ. അപ്പൊ ഇതുങ്ങളുടെ കാര്യം പറയണോ? അതിനായിട്ട് തന്നെ അതിന്റെ മുകളിലൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ടോ, അതിൽ നിന്ന് ചെറുതായിട്ട് മഞ്ഞ് പോലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യിക്കുന്നുണ്ട്. മുകളിലുണ്ടായിരുന്ന കരടി ഇപ്പോൾ അതേ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവന്മാരുടെ തന്നെ ഒരു ഷോയാണ് അവിടെ അരങ്ങേറിയത്. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്റ്റെപ്പിൽ നടക്കുന്നത്. ട്രെയിനിങ് മറ്റും ചെയ്യുന്നതാണെന്ന് അറിയില്ല കേട്ടോ. ഒരാൾ അങ്ങോട്ട് നടക്കും, അതിന്റെ പുറകിൽ ഒരാൾ നടക്കും, എന്നിട്ട് നേരെ തിരിച്ചും ഒരേ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്നത് പോലെ രണ്ടുപേരും ഒരേപോലെ, നമ്മൾ ഒരേപോലെ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഇത് കണ്ടിട്ട് ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ രണ്ടുപേരും ഒരേ സമയം ഒരേ ലെവലിൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കുളത്തിലുണ്ടല്ലോ വലിയ വലിയ മീനുകൾ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ആ വെള്ളത്തിന്റെ മുകളിലേക്ക് അതുങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ വീഡിയോയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള കണ്ടാമൃഗത്തിനെ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു. പിന്നീട് ചെന്ന് കയറിയത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസുകളുടെ അടുത്തേക്കാണ്. ഒരു വലിയ കനാല് പോലെയുള്ള കുളം. അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിപ്പോപ്പൊട്ടാമസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മാനുകളുടെയും മ്ലാവുകളുടെയും ആ ഒരു സെക്ഷനിലേക്കാണ്. ഒരുപാട് മാനുകളും മ്ലാവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളായിട്ടുള്ള ബാരാസിംഗ എന്ന് പറയുന്ന ആ മാനുകളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നല്ല റോസ് കളർ കിടില സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴുണ്ടല്ലോ നമ്മളും ചെറിയ കുട്ടികളെ പോലെ ആയിപ്പോവും. പിന്നെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ടട്ടോ, അവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നീട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാട്ടുപോത്തുകളെ കാണാനായിട്ടാണ്. ഈ മാന്റെ ദേഹത്തുള്ള പുള്ളികൾ നോക്കിയേ, വരച്ച് വെച്ചതുപോലെയൊക്കെ തോന്നും നമുക്ക്. അത്രയ്ക്കും കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ മാനിനെയും മാൻപേടകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത് വെള്ളക്കടുവ, കടുവ, പുലിക്കൂട്ടങ്ങളുടെ ഒക്കെ അടുത്തേക്കാണ് കേട്ടോ. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു പുള്ളിപ്പുലി ഇവരെ നമ്മുടെ അടുത്തേക്ക് നടന്ന് വരുന്നുണ്ട്. തൊട്ടടുത്താണ് ഈ ഒരു നെറ്റിന്റെ തൊട്ടപ്പുറത്ത് പുലിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടില്ല കാഴ്ചയിരുന്നിട്ടാ. കുറേ നേരം ഞങ്ങളിത് ഇങ്ങനെ നോക്കിന്ന്. അടുത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിയുണ്ട്. ചെറുതല്ല, നല്ല വലുതായിട്ട് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് സൂം പോലും ചെയ്യാത്ത വിഷലാണേ. പുള്ളിക്കാരൻ നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അടുത്തുണ്ടായിരുന്ന കുറച്ച് കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെങ്ങനെ വിളിക്കാനായിട്ട് നോക്കിയപ്പോണ്ടല്ലോ പുള്ളിക്കാരൻ പുറംതിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് മൂത്രമൊഴിച്ചു കൊടുത്തു. അതായത് കൂടിന് പുറത്തേക്ക് നിന്നിരുന്ന എല്ലാവരും അവിടെ നിന്ന് ഓടി മാറേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മളിതേ വെള്ളക്കടുവയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ നിന്ന് നമ്മൾ ആ കാഴ്ച കണ്ടു. അടിപൊളിയായിരുന്നിട്ട് കാണാന്. അതിനുശേഷം ഒരു കടുവയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ഒച്ച പഠിച്ചപ്പോ ഈ കടുവ എണീറ്റ് വന്നു.